നമ്മൾ മനുഷ്യനായിട്ട് സംസാരിക്കുന്ന പോലെയാണ് രണ്ട് തവളകൾ രണ്ട് സ്ഥലത്ത് സംസാരിക്കുന്നത്. ഒരു തവള മറ്റേ തവള നീ ഇങ്ങോട്ട് വരരുത്, ഞാൻ വന്നാൽ അതിനെ അടിക്കും എന്ന് പറയുന്നതാണ്. അത് വന്നാൽ കൃത്യമായിട്ട് അടി ഉണ്ടാവുകയും ചെയ്യും. എന്നെ ലോകം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് ഈ ബിഹേവിയറൽ എക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലാണ്. കാരണം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഗവേഷണം ലോകം അറിയപ്പെടുന്നത് പുതിയ ജീവികളെ കണ്ടെത്തുന്ന ഒരാളായിട്ടാണ്. ഈ ലോകത്തിലെ എല്ലാ ഈ 780-800-1000 തവളകളും മുട്ടയിടുന്ന ആൺതവള മുട്ടയിലേക്ക് നേരിട്ട് സ്പേംസ് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അല്ലാതെ അവർക്ക് ഇൻറ്റേർണലായിട്ടുള്ള യാതൊരുവിധ ഒരു കോപ്പുലേഷനോ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനോ ഇല്ല. ഫോസിൽ എപ്പോഴും എവല്യൂഷൻ ലോകത്തിൻ്റെ ബാക്കിലേക്ക് നോക്കാനുള്ളൊരു വിൻഡോ ആണ് ഫോസിൽ എന്ന് പറയുന്നത്. എവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ വരുന്ന ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രേഖ വരച്ചിട്ട് ഇതിനെ അടയാളപ്പെടുത്താൻ പറ്റുന്നൊരു ശാസ്ത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഈ ക്രിയേഷനിസവും ഈ പറയുന്ന എവല്യൂഷനും തമ്മിലുള്ള അടിയുണ്ടാവില്ലായിരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു പുരുഷായുസ്സുല എവിഡൻസ് വെച്ച് പറയാൻ പറ്റും. അത് അല്ലാന്ന് പറയാനുള്ള സയൻറ്റിസ്റ്റുകൾക്ക് സാധ്യതയില്ലാത്തത് ഇതുകൊണ്ടാണ്. തവള കിണറ്റിൽ താമസിക്കാൻ വരുന്ന തവളകളേ ഇല്ല ലോകത്ത്. അത് മഴക്കാലത്ത് ഇത് ചാടി പോകുന്ന സമയത്ത് ഈ കിണറ്റിൽ തവള വരുന്നത് അങ്ങനെയാണ്. കിണറ്റിലേക്ക് തവള അങ്ങനത്തെ ഒരു ആവാസ വ്യവസ്ഥ പോലെ കിണറ്റിൽ താമസിക്കുന്ന തവള കുളത്തിൽ താമസിക്കുന്ന തവള ഉണ്ടാവും. അല്ല കിണറ്റിൽ താമസിക്കില്ലെന്ന്. ഒരു തവളയുടെ ഫോസിൽ നമ്മൾ ഒരു പക്ഷേ ഈ വർഷം 2025 പബ്ലിഷ് ചെയ്യും. ഞാൻ വായിക്കാറില്ല. വളരെ സത്യസന്ധമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ ഞാൻ തവളകളെ കുറിച്ചിട്ടല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ടും വായിക്കാറില്ല. എൻ്റെ സമയം വളരെ പരിമിതമാണ്. 42 വയസ്സിൽ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഗവേഷണം ആരംഭിക്കുന്ന ആളിന് വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങുന്ന ആളാണ്. കാരണം എനിക്ക് സമയമില്ല എൻ്റെ ജീവിതത്തിൽ. ഈ ജീവിവർഗത്തിന് പ്രത്യേകിച്ച് തവളകളെ കണ്ടെത്തുന്നത്, പുതിയ സ്പീഷീസിനെ കണ്ടെത്തുന്നത് പോലെ തന്നെ അതിന്റെ ചില സ്വഭാവ സവിശേഷതകളും പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ മെയ്റ്റ് ചെയ്യുന്നതിന്റെ പൊസിഷൻസും അല്ലെ, മുട്ടയിടുന്നതിന്റെ സംഗതികളും ഒക്കെ അതിന്റെ ഒക്കെ വാർത്തകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നത്, എന്നെ ലോകം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് ഈ ബിഹേവിയറൽ എക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലാണ്. കാരണം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഗവേഷണം ലോകം അറിയപ്പെടുന്നത് പുതിയ ജീവികളെ കണ്ടെത്തുന്ന ഒരാളായിട്ടാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ആദ്യത്തെ പേപ്പർ പബ്ലിക്കേഷൻ, സയൻറ്റിഫിക് പബ്ലിക്കേഷൻ തവളയിൽ തന്നെ ഒരു ബിഹേവിയറൽ സ്റ്റഡീസിനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നത്, കാരണം ഒരു പക്ഷേ ഈ ഫോട്ടോ എടുക്കാനുള്ള സാധ്യതയുള്ള എൻ്റെ പേരിലായിരിക്കും രാത്രി ഇങ്ങനെ കാട്ടിലിരുന്ന് അതിൻ്റെ മേറ്റിംഗ് ബിഹേവിയറും എക്കോളജിയും പഠിക്കാന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ 2 പ്രധാനപ്പെട്ട പബ്ലിക്കേഷനാണ്. എല്ലാ പബ്ലിക്കേഷനിലും ഞാനൊരു എക്കോളജി എലമെന്റ് ഞാൻ കൊണ്ടുവയ്ക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ഈ അടുത്ത് പബ്ലിഷ് ചെയ്ത ആൻഡമാൻ ഐലൻഡ് എന്ന് പബ്ലിഷ് ചെയ്ത ചാൾസ് ഡാർവിൻ തവളകളുടെ ഇണചേരൽ, അത് വലിയൊരു എനിക്ക് ലോകത്തുള്ള BBC അടക്കമുള്ള വൈൽഡ് ലൈഫ് അടക്കമുള്ള വലിയ മാഗസിനുകളിലൊക്കെ വലിയ സ്റ്റോറി ആയിട്ട് വന്ന സാധനം. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു തവള. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു മരപ്പൊത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മരത്തിൻ്റെ പൊത്തുകൾ മുട്ടയിടുകയും ഇത് മുട്ടയിടുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആണും പെണ്ണും കൂടെ തല താഴേക്കും കാലുകൾ മുകളിലേക്കും വെച്ചിട്ട് തലകീഴായി മുട്ടയിടുന്ന തലകീഴായ ഒരു സ്വഭാവമുള്ളൊരു തവളയാണ് അത്. അപ്പോൾ അത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ടെറസ്ട്രിയൽ, നമ്മൾ 2 രീതിയിലുള്ള തവളകളാണ്. ഒന്ന് ടെറസ്ട്രിയൽ ഫ്രോഗ്സും ഒന്ന് അക്വാട്ടിക് ഫ്രോഗ്സും. ഈ ടെറസ്ട്രിയൽ ഫ്രോഗ്സിൽ ലോകത്ത് ആദ്യമായിട്ടും അക്വാട്ടിക് ഫ്രോഗ്സിൽ ലോകത്ത് 3ാമത്തെ കണ്ടതാണ്. കാരണം കണ്ടുപിടുത്തമെന്നല്ല പറയുന്ന ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ ഇത് വളരെ വിചിത്രമാണ്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ മുട്ടയിടുന്നു, അതാണ് ചോദ്യം. അല്ലാതെ നമ്മളിത് കണ്ട കാര്യം പറയല്ല. അപ്പം അത് പറയുന്നതിന് ഇതിനകത്തുള്ള ഈ സെലക്റ്റീവ് എവല്യൂഷന് കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള 3-4 അഡാപ്റ്റേഷനുള്ള ഒരു തവളയാണ്. ഈ മരപ്പൊത്തിൽ മുട്ടയിടുന്ന തവളകളുടെ ഏറ്റവും വലിയ പ്രശ്നം റിസോഴ്സ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ചെറിയ സ്ഥലത്ത് മുട്ടയിട്ടിട്ട് ഇപ്പോൾ ആണുങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ പെണ്ണ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് മുട്ടയിടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ പെണ്ണിനെ കിട്ടാത്ത ആണുങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുമായിട്ടും അടിയുണ്ടാക്കും. അടിയുണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇവരെ വേർതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. മറ്റേ തവളകൾ അതായത് ഒരു 10-30 തവളകൾ ഒരുമിച്ച് വന്നിട്ട് 10-15 തവളകൾ ഒരുമിച്ച് വന്നിട്ട് ഈ ആണിനെയും പെണ്ണിനെയും വേർപെടുത്താനും അവരോട്ടുള്ള അടിയാണ്. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എവല്യൂഷണറി അഡാപ്റ്റേഷനാണ് ഇതിനെ. അപ്പോഴത്തന്നെ ഇവർ സാധാരണ പുറകിൽ നിന്നാണ്
ഈ തവളകൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചിരിക്കുന്ന സാധനം അതിനെ പുറകിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വലിയ എളുപ്പമാണ്. അപ്പോൾ അവർ ഈ തല കൊണ്ട് ഇതിനകത്തേക്ക് പോയിട്ട് അപ്പോൾ ഇത് നേരെ തല തിരിഞ്ഞിട്ട് അവരുടെ ഫേസ് ഇവരെ ഫേസിലേക്ക് വെക്കും. അപ്പോൾ അടികൂടാൻ എളുപ്പമാണ്, കാരണം ഇവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതയും കുറയും. അപ്പൊ അതൊരു എവല്യൂഷണറി ഒരു എന്താ പറയുക. ഈ മുട്ടയിടുന്ന സമയത്ത് അടി ഉണ്ടാക്കുകയും ചെയ്യോ? അല്ല, മുട്ടയിടുമ്പോഴത്തേക്ക് ഇത് മേളിലേക്ക് കയറി പോകും. ഇത് ബാക്കിലൂടെ നടന്ന് ഏതാണ്ട് ഒരു 6-7 സെന്റിമീറ്റർ മുകളിലേക്ക്. ഈ തവളകളുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വലിപ്പമാണ്. അപ്പൊ ഇത് നമ്മളിത് പടങ്ങൾ കാണുമ്പോഴത്തേക്ക് വലിയൊരു ജീവിയാണെന്ന് തോന്നുന്നത് വളരെ ചെറിയ ജീവിയാണ്. എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു പബ്ലിക്കേഷൻ ഇതാണ്. പക്ഷെ അതിനകത്ത് വലിയൊരു കൗതുകം മാത്രമല്ല, അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഇത് തമ്മിലുള്ള നമ്മൾ ഇതിൻ്റെ ബയോകെസ്റ്റിക്സ് ശബ്ദം ഉണ്ടാക്കുന്നത് ഈ ആണ് 4 രീതിയിൽ ശബ്ദം ഉണ്ടാക്കും. നമ്മൾ മനുഷ്യനായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് 2 തവളകൾ 2 സ്ഥലത്ത് സംസാരിക്കുന്നത്. ഒരു തവള മറ്റേ തവളയോട് നീ ഇങ്ങോട്ട് വരുന്നത് ഞാൻ വന്ന് അതിനെ അടിക്കും എന്ന് പറയുന്നതാണ്. അത് വന്നാൽ കൃത്യമായിട്ട് അടി ഉണ്ടാവുകയും ചെയ്യും. പല തവളകളും ഈ വലിയ ഈ ശബ്ദം വെച്ചിട്ടാണ് അവൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നത്. പലതും മാറിപ്പോവും. ചില തവളകൾ അടി ഉണ്ടാക്കിയിട്ട് പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് വരും. എന്ന് കഴിഞ്ഞാൽ ഭയങ്കര അടിയാണ്. ഇതെല്ലാം കൂടെ ഭയങ്കര കൗതുകം കൊണ്ടൊരു, കാരണം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലൊരു വേറൊരു പബ്ലിക്കേഷനാണ് മഹാരാഷ്ട്രയിലെ കൊയ്നയിൽ. അത് ഈ എന്താ പറയുക, അത് വലിയൊരു ടൈറ്റിലൊക്കെ വളരെ കുറച്ച് ഒരു പടം പോലുള്ളൊരു സാധനമാണ്. അത് യു സർട്ടിഫിക്കറ്റ് ഉള്ളൊരു സിനിമയല്ല. അതൊരു യു സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ഒരു സയന്റിഫിക് ഡിസ്കവറിയാണ്. കാരണം അതിനൊരു സർട്ടിഫിക്കറ്റിൽ അതിന് 6 പൊസിഷൻസ് എന്നാണ് പറയുന്നത്. ലോകത്ത് 6 സെക്സ് പൊസിഷൻ ഉണ്ട്. കാരണം ലോകത്തിലെ എല്ലാ ഈ 780-800-1000 തവളകളും മുട്ടയിടുന്ന ആൺതവള മുട്ടയിലേക്ക് നേരിട്ട് സ്പേംസ് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അല്ലാതെ അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള യാതൊരുവിധ ഒരു കോപ്പുലേഷനോ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഇല്ല. തവളകൾ മൊത്തം ഈ പറയുന്നത് 7800 തവളകളും മുട്ടയിടുന്നതും മുട്ട വിരിപ്പിക്കുന്നതെല്ലാം ഇതേപോലെയാണ്. അതായത് മുട്ടയിട്ടതിന് ശേഷം അതിലേക്ക് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എവല്യൂഷന്റെ ഒരു വലിയൊരു ഭാഗമാണ്. കാരണം അത് മുട്ടയിലേക്ക് നേരിട്ടാണ് സ്പേംസിനെ വിക്ഷേപിക്കുന്നത്. അവിടെ നിന്ന് ബീജം അതുമായിട്ട് അണ്ടവുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് സൈഗോട്ട് ഉണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ മറ്റുള്ള ജീവികളെ പോലെ വരുന്നത്. അപ്പോൾ വളരെ വിചിത്രമായ സാധനം. അപ്പം അതുകൊണ്ട് ഈ സെക്സ് പൊസിഷൻ എപ്പോഴും വളരെ പ്രധാനമുള്ളതാണ്. കാരണം അതിൻ്റെ ക്ലോയൊക്കെ അതിൻ്റെ ജെനിറ്റൽ ഓർഗൻസ് കംപ്ലീറ്റ് പാരലായിട്ട് വരണം. എന്നാൽ മാത്രമേ മുട്ടയിടുന്ന അതേ നിമിഷത്തിൽ തന്നെ അതിനെ സ്വയം വിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സെക്സ് പൊസിഷൻ ലോകത്ത് 6 എണ്ണമാണ് അന്ന്. അതായത് 2011 ആ സമയത്ത് 6 സെക്സ് പൊസിഷൻസാണ് ലോകത്തുള്ളത്. തവളകൾ എങ്ങനെയാണ് ആൺപെണ്ണ് ഇണചേരുന്നത്. ഇത് 7ാമതായിട്ട് ഇന്ത്യയിൽ നിന്ന് ലോകത്തിന് തന്നെ ഈ പറയുന്ന 7800 തവളകളിൽ 7ാമത്തെ സെക്സ് പൊസിഷനായിട്ട് അന്ന് അത് ലോകത്തുള്ള എനിക്ക് തോന്നുന്നു എല്ലാ മീഡിയയും കാരണം കാമസൂത്ര ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞ വലിയ നാഷണൽ ജിയോഗ്രഫിയുടെയൊക്കെ അത് നോക്കേണ്ടതാണ്. നല്ലൊരു വിചിത്രമായ. അപ്പോൾ അത് കണ്ടെത്തിയത് നമ്മുടെ ഒരു വർഷത്തോളം കൊയ്ന എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രയുടെ ഒരു വലിയ ഹിൽ ടോപ്പിൽ
അത് രാത്രി മാത്രം പിന്നെ തവളയാണ്. അപ്പോൾ നമ്മളൊരു 3 പേരടങ്ങുന്ന നമ്മുടെ സ്റ്റുഡൻസും ഒരു ഒരു എല്ലാം കൂടെ പോയി. അത് എനിക്ക് ഈ പറയുന്ന ഈ ബാക്കി എല്ലാ പബ്ലിക്കേഷനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ 2 പ്രസിദ്ധീകരണങ്ങൾ. ഒന്ന് പുതിയൊരു സെക്സ് പൊസിഷൻ, കാരണം പുതിയൊരു ഒരു എന്താ പറയുന്ന ഒരു മേറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ആംപ്ലക്സസ് പൊസിഷൻ എന്ന് സയൻറ്റിഫിക്കായിട്ട് പറയുന്ന തവളകൾ കണ്ടെത്തിയത്. ലോകത്തിൽ തന്നെ 7ാമത്തെ ഒരു പൊസിഷനായിട്ട് പറയപ്പെടുന്നത്. അത് വലിയൊരു കാരണം വളരെ വലിയൊരു എന്താ ഒരു കണ്ടെത്തൽ എന്നല്ല, ഒരു അറിവ് എപ്പോഴും നല്ലതാണ്. അതേപോലെയാണ് ഈ ചാൾസ് ഡാർവിൻ തവളകൾ, ആൻഡമാൻ മുട്ടയിടുന്ന മരപ്പോത്തുകൾ, അതുപോലുള്ള പല നമ്മൾ ഈ എന്താ പറയുന്നത് ഈ തവള കുഞ്ഞുങ്ങൾക്ക് പെൺതവള വന്ന് മുട്ടയിട്ട് കൊടുക്കാറുണ്ട്. കാരണം ഈ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടകളിട്ടിട്ട് വിരിപ്പിക്കാറുണ്ട്. കാരണം അത് മേഘാലയയിലുള്ളൊരു തവളയാണ്. അത് ഫ്രാങ്കിക് സാലിസ് എന്നാണ് അതിനിപ്പോൾ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു തവള മരത്തിൻ്റെ വലിയ മരങ്ങളുടെ പൊത്തുകളിൽ മാത്രം ജീവിക്കുന്ന തവളയാണ്. ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമുള്ള ഇന്ത്യയിലുള്ള തവളയാണ്. അപ്പോൾ അവിടെ സാധാരണ ഫെർട്ടിലൈസേഷൻ ഇങ്ങനെ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കും. അപ്പോൾ ആ മുട്ടയിടുന്ന സ്ഥലത്ത് റിസോഴ്സ് ഉണ്ടാവില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആഹാരം ഉണ്ടാവില്ല. വെള്ളവും ചെറിയ കുറച്ച് ആൽഗെ ഫംഗസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പെൺതവള വന്നിട്ട് പീരിയോഡിക്കലായിട്ട് വന്നിട്ട് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ പേരൻ്റൽ കെയർ ഉള്ള തവളകളിലാണ്. കാരണം ലോകത്ത് മത്സ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത്സ്യവും തവളകളുമാണ് ഏറ്റവും കൂടുതൽ. പക്ഷികളിലുള്ളതിനേക്കാളൊക്കെ കൂടുതൽ തവളകളിലാണ്. തവളകളുടെ പേരൻ്റൽ കെയർ എന്ന് പറയുന്നത് തവളകളുടെ കുഞ്ഞുങ്ങളെ മുതുകത്ത് വെച്ചുകൊണ്ട് പോകും. തവളകളുടെ തൊലിയുടെ അടിയിൽ മുട്ടയിട്ടിട്ട് അതിൻ്റെ ശരീരത്തിന് അടിയിൽ വെച്ചിട്ട് മുട്ട വിരിപ്പിക്കും. വായിൽ 40 ദിവസം മുട്ട വെച്ചിട്ട് ഡൈജസ്റ്റീവ് ജ്യൂസ് ഒന്നും ഉണ്ടാക്കാതെ വായിൽ നിന്ന് പുറത്തേക്ക് വരും. പിന്നെ വയറ്റിൽ കുടലിൻ്റെ ആമാശയത്തിൽ വെച്ചിട്ട് വിരിപ്പിക്കുന്ന തവളകൾ. അങ്ങനെ അത് നമുക്കില്ല. പെറുവിലും പനാമയിലൊക്കെ ഉള്ള ഒരു ഡാർവിൻ ഫ്രോഗ്, അതും അതിനെ ഡാർവിൻ ഫ്രോഗ് എന്ന് പറയുന്നതാണ്. അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെൺതവള അല്ലെങ്കിൽ ആൺതവള ഇത് വിഴുങ്ങും. വിഴുങ്ങിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഗാസ്ട്രിക് ബ്രൂഡിങ് ഫ്രോഗ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഓസ്ട്രേലിയയിൽ 2 സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയിപ്പോയി. ഇന്ന് അങ്ങനെയുള്ള ഒരെണ്ണം പെറു, ചിലി അങ്ങനെയുള്ള ഡാർവിൻ ഫ്രോഗ് എന്ന് പറയുന്നത് അതിങ്ങനെ 30-34 ദിവസം ഈ പറയുന്ന ഇവിടെ കവളിൻ്റെ താഴെ അവരുടെ ശരീരത്തിനകത്ത് വെച്ചിട്ടാണ് അത് വിരിഞ്ഞ് പുറത്തേക്ക് തുപ്പും സ്പിറ്റ് ചെയ്തിട്ട്. അത് കാരണം അങ്ങനെയുള്ള കുറേ തവളുണ്ട്. ഞാൻ അതിൻ്റെ നല്ലൊരു ചിത്രം വരച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ പണ്ട് കൗതുകം തോന്നിയിട്ട് മാഗസിനെല്ലാം കിട്ടുമ്പോഴത്തേക്ക് ഞാൻ വരച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഇന്ത്യൻ തവളയല്ല വരച്ചത്. എനിക്ക് ഭയങ്കര കൗതുകം. ഞാൻ തവളകളിലേക്ക് പോകുന്നതിൻ്റെ കൗതുകം ഇതാണ്. കാരണം ഈ ബ്രീഡിംഗ് ബിഹേവിയർ ഏറ്റവും കൂടുതൽ വിഭിന്നമായിരിക്കുന്ന ലോകത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പാണ് തവളകൾ. അപ്പോൾ അതിനകത്ത് തൊലിയുടെ അടിയിൽ മുട്ടയിട്ട് തൊലി അതിൻ്റെ മുകളിൽ ഒരു തൊലിപ്പുറം വന്ന് അവിടെ നിന്ന് 28 ദിവസം 30 ദിവസം ശരീരത്തിന് ഉള്ളിൽ നിന്നിട്ട്, അപ്പോൾ അതിൻ്റെ പടമാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുന്നത്. പിന്നെ നന്നായി വരച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഈ സ്പിറ്റിംഗ് ഫ്രോഗ് അങ്ങനെയൊക്കെയുള്ള വരയ്ക്കും. ഞാൻ ചിത്രങ്ങൾ അയച്ചു തരാം. നല്ല കുറേ പടങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള. സാലി പാലോഡിന്റെ പേരിൽ ഒരു അതെ, സാലി പാലോഡിൻ്റെ വലിയൊരു അതിൻ്റെ 2 പേരുടെ പേരിലാണ് എനിക്ക് പറയാനുള്ളത്. സാലി പാലോഡ് എന്ന് പറയുന്നത് കാരണം ജയറാമിൻ്റെ വേറൊരു രൂപമാണ് എന്നെ സംബന്ധിച്ചത്. സാലി ഒരു സാധാരണ എന്നെ പോലൊരു മനുഷ്യനായിരുന്നു അന്ന്. ആ സമയത്ത് സാലി സ്കൂളിലെ മാഷാണ്, ഡ്രോയിങ് മാഷാണ്. കാട്ടിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ എൻ്റെ കൂടെ വരാനൊന്നും അന്ന് ഇത്രയും വലിയ ആൾക്കാരെന്നുള്ള സമയത്ത് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അഗസ്ത്യമല കാടുകളിൽ യാത്രയ്ക്ക് വരുന്ന ആളാണ്. അന്ന് സാലി നല്ല ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള എൻ്റെ പേര് സാലിയും കൂടെ എൻ്റെ കൂടെ വരും. അപ്പോൾ ഞാനും സാലിയും കാണിക്കാരുടെ നമ്മുടെ ഒരു കൂട്ടമാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാലി എന്നെ വല്ലാണ്ട് എൻ്റെ കമ്പാനിയനായിരുന്നു. മറ്റേ ജയറാം കാറിൽ ഇങ്ങനെ പോകണമെങ്കിൽ തന്നെ ജയറാം ട്രക്കിങ്ങിനൊന്നും അത്രയും നല്ലൊരു ആളല്ല. പക്ഷേ സാലി എന്നെ കാടിൽ വരാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കാനും അത് ദിവസങ്ങളോളം. കാരണം സാലി നല്ലൊരു അച്ഛനും ഭർത്താവുമാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടിൽ 5 ദിവസം 10 ദിവസം ഇങ്ങനെ സാലിയുടെ ഒപ്പം ഇങ്ങനെ വരികയും പലപ്പോഴും കാരണം സാലിയുടെ പൈസ തന്നെ സാലി ചിലവാക്കി എനിക്ക് വേണ്ടിയിട്ട് വരുന്നൊരു നമ്മുടെ റിസോഴ്സ് എല്ലാം കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാലിയുടെ അടുത്ത് പറയാതെയാണ് ഞാൻ പേര് കൊടുക്കുന്നത്. സാലിക്ക് ഇത് പബ്ലിഷ് വരുമ്പോഴാണ് സാലി ഇത് അറിയുന്നത്. ഒരു ചെറിയ തവള, പൊന്മുടിയിലുള്ള തവള ഞാനും സാലിയും കൂടെ പോയിട്ടാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. നമ്മൾ ഒരുമിച്ച് ജയറാമിൻ്റെ അതേപോലെ തന്നെയാണ്. കാരണം സാലിയൊക്കെ വളരെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവരൊന്നും സാലി കാരണം അതുപോലെ പറയേണ്ട ഒരാളാണ്
KV ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ, അയാളുടെ സൈക്കാട്രിസ്റ്റാണ്. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ എല്ലാ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഏറ്റവും വലിയ ക്രിട്ടിക്കൽ സമയങ്ങളിലെല്ലാം, ഒരുപക്ഷെ അയാൾക്ക് ഇഷ്ടമല്ല ഞാനിങ്ങനെ പറയുന്നത്, കാരണം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരിക്കലും അയാളുടെ തുമ്പ് വെച്ച് പറയാൻ പറ്റില്ല. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്, കാരണം എൻ്റെ ഡിസിഷൻസിന് ഞാൻ ബെൽജിയത്തിൽ പോകാനുള്ള കാര്യം, എനിക്ക് എന്തുകൊണ്ടും ആ സമയത്ത് കുറേ ലോകത്തുള്ള എല്ലാ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു PhD ചെയ്യാനായിട്ട്. ആ സമയത്ത് എന്നെ ബെൽജിയം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത്, നമ്മൾ ഡിസ്കസ് ചെയ്യും പ്രോസ് ആൻഡ് കോൺസ് വെച്ചിട്ട്, ഇത് ഇങ്ങനെ ആയാലും എന്താവും, വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കഷന് സഹായിക്കുന്നത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യും ഈ ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും തമാശ, കാരണം ഒരിക്കൽ പോലും ഞാൻ അയാളെന്നെ പഠിപ്പിച്ചെന്ന് പറയും. പിന്നെ എനിക്ക് ഏറ്റവും ഒരു മടിയുമില്ലാതെ പറയാൻ പറ്റുന്നത്, ഞാനൊരു പബ്ലിക് സ്പീക്കർ ആൾക്കാർ എൻ്റെ പ്രസംഗം ഇല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നതിൻ്റെ 100% ക്രെഡിറ്റും ശ്രീനിവാസൻ്റെ ക്രെഡിറ്റാണ്. കാരണം അതിന് യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് അപാര സ്കില്ലുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ഈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റും. അക്കൂട്ടത്തിലുള്ളൊരു എങ്ങനെ സ്റ്റേജിൽ ബിഹേവ് ചെയ്യണമെന്ന്, എങ്ങനെ ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുള്ളതെല്ലാം. കാരണം എനിക്കങ്ങനെ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയൊരു, കാരണം ഇത് പഠിച്ചു വരുന്ന, അതാണ് ഞാൻ പറയുന്നത്, പഠിച്ച് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്. കാരണം ഞാനിത് ഒരു ജീവിതത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ 40 വയസ്സിലൊക്കെയാണ്, 35 വയസ്സിലൊക്കെയാണ് എനിക്ക് ഈ സോക്കോൾഡ് ഈ കൺവെൻഷണൽ സാധനമൊക്കെ മാറണമെന്ന് തോന്നുന്നു. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്. കാരണം ഇന്നും ഞാൻ എഴുതുന്ന എല്ലാ സാധനങ്ങളും അയച്ചു കൊടുക്കുന്നത്, ഒപ്പീനിയൻ ചോദിക്കുന്നത്, ഞാൻ എഴുതുന്ന പലതും കറക്റ്റ് ചെയ്യുന്നത്, കാരണം എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഹൈലാരാണ് ശ്രീനി എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഡോക്ടർ KV ശ്രീനിവാസൻ്റെ പേരിൽ അദ്ദേഹം ഇന്നലെയും നമ്മൾ തമ്മിൽ, കാരണം ഞാൻ അമേരിക്കയിലായ സമയത്ത് ഏറ്റവും കൂടുതൽ ഫോണിലൂടെ സംസാരിക്കുന്നതും ഇമെയിലിലൂടെ ഒക്കെ എന്നെ എപ്പോഴും സഹായിക്കുന്ന കാരണം അവരെല്ലാം വലിയ വലിയ ആൾക്കാരാണ്. അവരൊക്കെ ഉള്ള ഒരു സഹായം വലിയ വലിയ കാര്യമായിരുന്നു എനിക്ക്. അതുപോലെ TM മനോഹരൻ്റെ TM മനോഹരൻ എന്ന് പറഞ്ഞാൽ അത്, കാരണം ഈ ആൾക്കാർക്ക് അറിയില്ല. കാരണം TM മനോഹരൻ എനിക്ക് കാടുകളിൽ പോകാനായിട്ട്, എനിക്ക് ആദ്യം ഞാൻ ഗവൺമെൻറ് ഓഫ് കേരളയെ പറ്റിച്ച് കുറേ നാൾ ജീവിച്ചിട്ടുണ്ട്. അന്ന് ബോട്ടണി ആണ് എൻ്റെ ജോലി. പക്ഷെ ഞാൻ ബോട്ടണിയുടെ ജോലി ചെയ്യാതെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 8-9 വർഷത്തോളം ഞാൻ പാലോട്. ആ സമയത്ത് ഇദ്ദേഹം അവിടുത്തെ PC ചീഫാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പ്രാവശ്യം കാണാനിടയായി. പിന്നെ ഒരു 15-20 വർഷം ഞാനും അദ്ദേഹം തമ്മിലൊരു വലിയൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഏത് കാടുകളിൽ പോകുമ്പോഴും പെർമിഷന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ എനിക്കൊരു പ്രോജക്റ്റ്, ഈ ഫ്ലോറ ഫിലികുളം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തരും. ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത മൊത്തം തവളയെ നോക്കൽ മാത്രമേ ഉള്ളൂ. അതെന്നെ അറിയാമായിരുന്നു പലരും, പക്ഷെ എന്നെ ഒരിക്കൽ പോലും അതിന് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കോട്ടേഴ്സൊക്കെ തന്ന് ഒരു ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥനെ പോലെ തന്നെ അവിടെ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പൈസ തന്നിട്ടുള്ള മനുഷ്യനാണ്. TM മനോഹരൻ തന്നിട്ടുള്ള പൈസ വേറായിരുന്നു, പക്ഷെ പലപ്പോഴും പൈസ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. കാരണം പല കടങ്ങളും ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം ധനപരമായി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള, എൻ്റെ യാത്രകളിൽ ഏറ്റവും കൂടുതൽ തവള പിടിക്കാൻ സഹായിച്ചിട്ടുള്ള മനുഷ്യൻ TM മനോഹരനാണ്. അങ്ങനെയാണ് ഞാൻ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടെത്തിയ ഒരു തവളയുടെ പേര് മനോഹരി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച മനോഹരൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയ ആളാണ്. പക്ഷെ അയാളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് TM മനോഹരൻ. എപ്പോഴും ഈ ഗവേഷണവും യാത്രകളും ഒക്കെ ആകുമ്പോഴേ നിങ്ങളുടെ വായനൻ്റെ ഫിക്ഷനൊക്കെ വായിക്കാറുണ്ടോ? അത് വെളിയിൽ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒന്നും വായിക്കാനുള്ള എൻ്റെ സമയം വളരെ പരിമിതമാണ്. 42 വയസ്സിൽ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഗവേഷണം ആരംഭിക്കുന്ന ആളിന് ഞാൻ ഏകദേശം ഒരു എക്സാജറേഷനൊന്നും ഇല്ലാതെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങുന്ന ആളാണ്. കാരണം എനിക്ക് സമയമില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ ഉറങ്ങാറ് വളരെ കുറച്ച് സമയം മാത്രമേ ഉറങ്ങൂ. എനിക്കങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറയുന്നതിനോട് കാരണം ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രം ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വായിക്കുന്നത് മൊത്തം തവളയെക്കുറിച്ചിട്ടുള്ള എന്ത് ലേഖനം വന്നു കഴിഞ്ഞാൽ ഞാൻ വായിക്കും. ഞാൻ വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ട് വളരെ ചിലപ്പോഴും വായിക്കും, പക്ഷേ ഞാൻ വേറെ ഒന്നും വായിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ എഴുതുന്ന, എനിക്ക് ഈ അങ്ങനെയുള്ള കുറേ ആൾക്കാർ, എനിക്ക് വളരെ വലിയ എഴുത്തുകാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ പുസ്തകങ്ങൾക്ക് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, ബിജു വായിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വായിച്ചു എന്ന് പറയും. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഒരു പുസ്തകം എനിക്ക് വായിക്കാനുള്ള കാരണം സമയം, അതിനോടൊരു താല്പര്യം കാരണം വളരെ പാടാണ്. കാരണം എനിക്ക്
കാരണം കാരണം എൻ്റെ ജീവിതം കാരണം എൻ്റെ ഫാഗ് എൻ്റാണ്. കാരണം എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനമുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ ഫിക്ഷൻ വായിക്കാറില്ല, ഞാൻ സിനിമ പോലും അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പോഴും വല്ലപ്പോഴൊക്കെ കമ്പ്യൂട്ടറിൽ കാണുന്ന എനിക്കങ്ങനെ ഞാനൊരു നല്ലൊരു കുടുംബനാഥനോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ എൻ്റെ കാരണം എനിക്കതിനുള്ള ഒരു എന്താ പറയുക, എൻ്റെ വൈഫിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം ഞാൻ എന്ത് ചെയ്താലും എന്നെ സഹായിക്കുന്ന, ഞാൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ളൊരു കുടുംബമുള്ളതിൻ്റെ പേരിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന സന്യാസിയൊന്നുമല്ല. കാരണം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു പരിധിവരെ എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ എപ്പോഴും പല മേഖലകളിൽ ഞാൻ വൺ ഫെയിലിയറാണ്. കാരണം അത് ഒപ്പം നിന്ന് നിങ്ങളിന്ന് കാണുന്നൊരു പേരും ഇതൊക്കെ ഉണ്ടാകുന്നത് അവരുടെയും കൂടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നതാണ്, എനിക്ക് വായിക്കാൻ ഒന്നിനും ഞാൻ വായിക്കാറില്ല. വളരെ സത്യസന്ധമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ ഞാൻ തവളകളെ കുറിച്ചിട്ടല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചിട്ടും വായിക്കാറില്ല. തവളകളെ കുറിച്ച് ഇറങ്ങുന്ന ഏത് ലേഖനവും അല്ലെങ്കിൽ ഏത് വാർത്തയും, ഏത് പോപ്പുലർ ആണെങ്കിലും സയന്റിഫിക് ആണെങ്കിലും തമാശയാണെങ്കിലും, ഞാൻ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ 80% അക്കാഡമിക് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെ തവളകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ തവളയെ കാണാനും അവർ പബ്ലിഷ് ചെയ്ത സാധനങ്ങൾ കാണാനും ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒപ്പം തന്നെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്നെ വല്ലാണ്ട് സഹായിക്കുന്നുണ്ട്. അല്ലാതെ മറ്റ് വാർത്തകളൊന്നും വായിക്കാനുള്ള ഒരു സമയമില്ല എന്നുള്ള സത്യം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കൂപമണ്ഡൂകം എന്ന് പറയുന്ന ഒരു സംഗതി, പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയും. ഒരു തവള ഗവേഷകൻ എന്നുള്ള രീതിയിലേ ഇതൊരു നെഗറ്റീവായിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പഴഞ്ചൊല്ലിനെ എങ്ങനെയാ കാണുക? അത് സത്യത്തിൽ ഇത് പലപ്പോഴും പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ പറഞ്ഞാലും പഴഞ്ചൊല്ലിൽ പതിരുണ്ട്. അതിനതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഈ പൊട്ടക്കിണറ്റിലെ മണ്ടൂകം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം ഒരു വളരെ ആക്സിഡന്റലായിട്ടാണ് തവളകൾ കിണറ്റിൽ വീണു പോകുന്നത്. അല്ലാതെ തവള കിണറ്റിൽ താമസിക്കാൻ വരുന്ന തവളകളേ ഇല്ല ലോകത്ത്. അത് മഴക്കാലത്ത് ഇത് ചാടി പോകുന്ന സമയത്ത് ഈ കിണറ്റിൽ തവള വരുന്നത് അങ്ങനെയാണ്. കിണറ്റിലേക്ക് തവള അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ പോലെ കിണറ്റിൽ താമസിക്കുന്ന തവള, കുളത്തിൽ താമസിക്കുന്ന തവള ഉണ്ടാവും, അല്ല കിണറ്റിൽ താമസിക്കില്ലെന്ന്. പിന്നെ ഇതിനകത്ത് വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് പണ്ട് സംസ്കൃതം എന്നാണ് ഇത് കൂവമണ്ഡൂകം എന്നാണ്. ഇത് മലയാളത്തിലേക്ക് വരുന്നത് പിന്നെയാണ്. ഇത് എനിക്ക് സംസ്കൃതത്തിൽ ഉണ്ടാകുന്ന ഒരു പഴഞ്ചൊല്ലാണിത്. അപ്പോൾ അതുകൊണ്ട് അതിനെ പറയാൻ ഇത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു സ്ലാങ്ങായി മാറി. കാരണം വിവരമില്ലാത്തവനെ പറയുന്നത്, ലോകം കാണാത്ത വിവരമില്ലാത്തൊരു മനുഷ്യനെ നമ്മൾ ചിത്രീകരിക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അത് പണ്ട് മുതലേ, കാരണം അതൊക്കെ വളരെ സിമ്പിളാണ്. ലോകത്തിലെ തവള ഗവേഷണം മാത്രമല്ല, തവളകളെ ഏറ്റവും അഗ്ലിയസ്റ്റ് അനിമലായിട്ട് കണ്ടിരുന്നൊരു ലോകമാണ് ഇന്ത്യ മാത്രമല്ല. കാരണം നമ്മൾ ഈ പറയുന്ന ഫെയറി ടെയിൽസിൽ തന്നെ പറയുന്ന ഒരു വൃത്തികെട്ട തവളയ ഒരാളെടുത്ത് ഉമ്മ വയ്ക്കുമ്പോഴാണ് അതിനൊരു വലിയൊരു രാജകുമാരനായി മാറുന്നത്. ഫെയറി ടെയിൽസ് പോലും തുടങ്ങുന്നത് ഈ തവള ലിനേസ്, അതായത് ഫാദർ ഓഫ് ടാക്സോണമിയുടെ ആള് പോലും തവളയ പറഞ്ഞിരുന്നത് ഏറ്റവും സ്ലൈമി ഡേർട്ടി ക്രീച്ചർ എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ വർഗീകരണ ശാസ്ത്രം തുടങ്ങുന്ന ലിനേസ് പോലും. അയാൾ ഒരേ ഒരു തവളയെ മാത്രമാണ് റാണ എന്ന് പറയുന്ന ഒരു അവിടെ നിർത്തി. കാരണം അയാൾ അതിന് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ലൈമി ഡേർട്ടി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ അതുകൊണ്ട് തവളകൾ തുടങ്ങുന്നത് വളരെ മോശപ്പെട്ട ഒരു റെപ്യൂട്ടേഷനിലാണ് തുടങ്ങുന്നതെങ്കിലും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു ശാഖയാണ്. കാരണം അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് ഗവേഷണം നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അനിമൽസാണ്. ഫിഷിലുണ്ട്, അതേപോലെ തന്നെ തവളകളുടെ ഗവേഷണം എനിക്ക് തോന്നുന്ന ഹയസ്റ്റ് പീക്കായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും ലോകത്ത് ഏറ്റവും കൂടുതൽ എവല്യൂഷൻ ബയോളജിയിൽ ഗവേഷണം നടക്കുന്ന ഒരു കൂട്ടം ജീവികൾ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ ഇന്ന് തവള ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പബ്ലിക്കേഷൻ നമ്മൾ പല വലിയ ജേർണലുകളിൽ നേച്ചർ സയൻസിനെ പോലുള്ള ജേർണലുകൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു രണ്ട് ആർട്ടിക്കിളെങ്കിലും ഇത്തരം ജേർണലുകളിൽ വരാറുണ്ട്. അതിൻ്റെ അത്രയും കാരണം തവളകൾ വളരെ വിചിത്രമായ തവളകളുടെ ബിഹേവിയറും തവളകളുടെ എവല്യൂഷനൊക്കെ പഠിക്കാനും ഇപ്പോൾ പെപ്റ്റൈഡ് റിസർച്ച്, ഇപ്പോൾ മോളിക്കുലർ റിസർച്ചൊക്കെ മാറിയിട്ട് തവളകളുടെ ത്വക്കിലുള്ള പെപ്റ്റൈഡ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു തവളയുടെ ഏറ്റവും കൂടുതൽ ആൻറ്റി ഇൻഹിബിറ്ററി ഈ HIV പോലുള്ള ഇങ്ങനെ ഒത്തിരി മാരകമായ രോഗങ്ങൾക്ക് പോലും ചികിത്സിക്കപ്പെടാൻ പറ്റുന്ന പെപ്റ്റൈഡ്സ് ഉള്ള തവളയാണെന്ന് പറഞ്ഞിട്ട് നേച്ചറിലുള്ള വലിയ മാഗസിനുകളിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന ആർട്ടികളുണ്ട്. കാരണം അതിൻ്റെ പെപ്റ്റൈഡ്, കാരണം ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള വലിയ
ഈ ഈ ഈ തവളകളുടെ തൊക്കിലുള്ള തവളകളുടെ ഇപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലുള്ള ഒരു തവളയുടെ തൊക്കിൽ നിന്നെടുക്കുന്ന ഒരു ഡ്രോപ്പ് വിഷത്തിന് 100 മനുഷ്യരെ കൊല്ലാനും നിരവധി ആനകളെ ഒരേ സമയത്ത് കൊല്ലാനുമുള്ള കഴിവുള്ള തവള. അത്രയും വളരെ മോർഫിനേക്കാളും ഏതാണ്ട് 100 മടങ്ങ് എഫക്റ്റീവായിട്ട്. അപ്പോൾ അത് നമ്മൾ മെഡിക്കൽ സയൻസ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം മോർഫിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അഡിക്റ്റീവാണ്. ഈ പെയിൻ കില്ലർ ഇല്ലാതെ ഒരു വൈദ്യശാസ്ത്രത്തിൽ ഒരിക്കലും വലിയ രോഗങ്ങൾക്ക് പെയിൻ കില്ലർ ഒരു കാര്യമാണ്. അപ്പോൾ അതിന് മോർഫിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോർഫിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മോർഫിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് അഡിക്റ്റീവാണ്. അപ്പോൾ കുട്ടികളിലൊക്കെ അപ്പോൾ ഇപ്പം ഈ തൊക്കുന്ന ഈ പറയുന്ന ഈ അനിമൽ ഇത് തവളയിൽ മാത്രമല്ല, ഇപ്പം പ്ലാന്റ് അനിമൽ ഡിറൈവ്ഡ് കോമ്പൗണ്ട്സിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം അഡിക്റ്റീവ് അല്ല. അപ്പോൾ അങ്ങനെ ഈ പോയ്സൺ ഫ്രോഗ് എന്നൊക്കെയുള്ള പല ഗവേഷണങ്ങളും മനുഷ്യന് പലപ്പോഴും ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ തവളനെ വരയ്ക്കുമ്പോഴും തവളനെ കാണുമ്പോഴൊക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ കണ്ണുകളാണല്ലോ ഡോമിനന്റ് ആയിട്ട് നിൽക്കുക. അതിന്റെ പ്രൊപ്പോർഷനേറ്റ് അല്ല എന്ന് തോന്നുന്നത് രീതിയിൽ അല്ലേ? അതെന്തുകൊണ്ടാണ് അല്ലേ? അങ്ങനെയല്ല. തവളകളുടെ കണ്ണുകൾക്ക് നമ്മുടെ കൺപീലികൾ പോലുള്ള കൺപീലികൾ ഉണ്ടാവില്ല. കാരണം ഒപ്പം തന്നെ അതിനകത്തുള്ള നെക്റ്റിറ്റേറ്റ് ഒരു മെമ്മറിൻ കൊണ്ട് മൂടിയിരിക്കും. ഇതൊക്കെ പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സാണ്. കാരണം മത്സ്യം വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുമ്പോഴാണ് ഇന്നത്തെ കാണുന്ന പൂർവികർ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വന്നിട്ടാണ് തവള ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മത്സ്യമാണ് വരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും വലിയൊരു ജീവിയായിട്ടാണ് ആദ്യമായിട്ട് തവളകളുടെ പൂർവികർ വലിയ വലിപ്പമുള്ള ലാൻഡിലേക്ക് വരുന്നത്. ആ സമയത്ത് അവർക്കുള്ള കാഴ്ചയുടെ വിഷന് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ണ് 2 സൈഡിൽ മാത്രം കാണാനേ പറ്റും. തവളയ്ക്ക് 180 ഡിഗ്രിയിൽ കാണാൻ പറ്റും. തവളകളുടെ വിഷൻ എപ്പോഴും വിഷൻ ഹെഡ് തിരിക്കാതെ തന്നെ അതിന് കാണാൻ പറ്റും ചില തവളകൾക്ക്. പിന്നെ അതിൻ്റെ വിഷൻ മാത്രമല്ല, ഈ പോപ്പിംഗ് ഐസിന് 2 കാര്യങ്ങളാണുള്ളത്. കാരണം ഒന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രമല്ലാതെ ഈ പല തവളകൾക്കും തവളകളുടെ കണ്ണുകൾക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. പല തവളകളുടെയും പ്യൂപ്പിൾ ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും. ഇതിനകത്ത് തന്നെ സ്റ്റാർ മാർക്കുള്ള ഞാൻ കുറച്ച് പടങ്ങളുണ്ടാകും. ഭയങ്കര ഏറ്റവും ബ്യൂട്ടിഫുൾ കണ്ണുകളുള്ള ലോകത്തിലെ ഏറ്റവും പക്ഷികളൊന്നുമല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കീർണമായ കണ്ണുകളുടെ ഭംഗിയുള്ള, അല്ലെങ്കിൽ നമുക്ക് ഭംഗിയും അതിനുള്ള ഈ സ്ട്രൈപ്സും സ്റ്റാർ മാർക്കൊക്കെ ഉള്ള, അപ്പോൾ ഇതെല്ലാം ഓരോ വിഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഈ തവളയുടെ കണ്ണുകൾക്ക് ഈ തവള വായിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് കണ്ണടഞ്ഞു. അത് ഈ തവളയാണ് ഈ ലോകത്തിന് അതിനേക്കാൾ 2-3 ഇരട്ടിയുള്ള വലിപ്പമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും തവളയ്ക്ക്. കാരണം അത് തവളയുടെ കണ്ണ് ഒരു സോക്കറ്റിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇത് ക്രാബിനെ കഴിക്കും. ഈവൻ വലിയ തവളകൾ ചിക്കനൊക്കെ കഴിക്കുന്ന പാമ്പുകളെ തിന്നുന്ന തവളകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വാ തുറക്കാനായിട്ടുള്ളത് പ്രധാന കണ്ണുകളുടെ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സൊള്ളൻ അങ്ങനെ അകത്തേക്ക് വലിക്കാൻ പറ്റുന്നൊരു വലിയൊരു സങ്കീർണമായ ഒരു പ്രക്രിയയുള്ളൊരു ജീവിയാണ് തവള. കടലിൽ തവളകളുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറയാൻ മറന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ലോകത്ത് എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ ഈ പറയുന്ന ഭൂഖണ്ഡങ്ങളുടെ ഉത്ഭവം, ഭൂഖണ്ഡങ്ങളുടെ മൂവ്മെൻറ്റ്, അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ്മെൻറ്റ്, ബയോജിയോഗ്രഫി പഠിക്കാനായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തവളകളെയാണ്. അതിൻ്റെ കാരണം ഈ കോണ്ടിനെൻറ്റുകൾ തമ്മിൽ ബന്ധം മാറിക്കഴിഞ്ഞാൽ പിന്നെ കടലാണ്. ഈ കടലിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല ഈ സാധനത്തിന്. ബാക്കി എല്ലാ ജീവികൾക്കും കടലിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റും. റെപ്റ്റൈൽസിന് പോകാൻ പറ്റും, ഏവിയൻ ഫോണയ്ക്ക് പോകാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ തവളകളുടെ സോൾട്ട് വാട്ടർ ടോളറൻസ് എന്ന് പറയുന്നത് pH വളരെ ചെറിയൊരു pH മാത്രമേ ഇതിന് ജീവിക്കും. അതും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ തവളകളുടെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് കടലിലൂടെ പോകാൻ പറ്റാത്തതിൻ്റെ, ഉപ്പുവെള്ളത്തിലൂടെ പോകാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് തവളകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു കൺവെൻഷനലി പറയുന്ന ഏറ്റവും നല്ല മോഡൽ അനിമൽ എന്ന് പറയുന്നത്. ഈ ബയോജിയോഗ്രഫി ഭൂഖണ്ഡങ്ങളുടെ ടെക്ടോണിക് മൂവ്മെൻറ്റ്സും പ്ലാറ്റ്സ് മൂവ്മെൻറ്റും പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തവളകളുടെ ജനറ്റിക്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മോളിക്കുലർ ഫാലോജനിയും ടൈം സ്കെയിൽ എസ്റ്റിമേഷനും അതുമായിട്ട് വരുന്ന മാറ്റങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ അതിൻ്റെ ഒറ്റ കാരണം റിലയബിളാണ്. കാരണം ഇത് ഒരിക്കലും ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് വേറൊരു കോണ്ടിനെൻറ്റിലേക്ക് ഇപ്പോൾ ഇടയ്ക്ക് 1-2 പബ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. മെഡഗാസ്കറിലെ പല തവളകളും ആഫ്രിക്കൻ തവളകളിലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മരങ്ങളിൽ ഇരുന്നിട്ട് മരത്തിലൂടെ സഞ്ചരിച്ച കിലോമീറ്ററുകളോളം പോയിട്ട് അവിടെ ഡിസ്പേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനേക്കാളുമൊക്കെ നമുക്ക് എവല്യൂഷൻ വെച്ച് പറയുകയാണെങ്കിൽ തവളകൾ ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് വേറൊരു കോണ്ടിനെൻറ്റിലേക്ക്, ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്ന്
ആഫ്രിക്കയിലോ അല്ല ഈ ടെക്ടോണിക് മൂവ്മെന്റ് അല്ലാതെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാസിക ഇത്രയും പ്രാധാന്യം വരുന്നത്. കാരണം ഈ വെള്ളത്തിൽ കരയിലും ജീവിക്കുമെങ്കിലും ഉപ്പുവെള്ളത്തിൽ തവളകൾ ജീവിക്കില്ല. അപ്പോൾ അത് വലിയൊരു പ്രധാന കാര്യമാണ്. ഈ സിസിലിയൻസ് ഉണ്ടല്ലോ, ഇതും എവല്യൂഷന്റെ ഏത് ഘട്ടത്തിലാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ വരുന്നത്? അല്ല, അങ്ങനെ ഒരു 3 ജീവികൾ ഏതാണ്ട് ഒരേപോലെ ഒരേ സമയത്ത് റേഡിയേറ്റ് ഒരേ സമയത്ത് ഉത്ഭവിക്കുകയും അത് 2ഉം 3ഉമായിട്ട് മാറി. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സിസിലിയൻസ് ആണോ ആദ്യം ഉണ്ടായത് തവളയാണോ എന്ന് പറയാം. അങ്ങനെ ഒരു കൃത്യമായിട്ട് കണക്കുകൾ ഇല്ലെങ്കിൽ തന്നെ ഒരു ബേസിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സിസിലിയൻസ്, സലമാൻഡർ ആൻഡ് ഫ്രോഗ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ പല എവിഡൻസും പറയുന്നത് തവളകളാണ് ആദ്യത്തെ ജീവിയാവാൻ സാധ്യത സിസിലിയൻസിനേക്കാളും. അപ്പോൾ അങ്ങനെ അതൊരു കൃത്യമായ ഒരു ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെ ഈ 3 സാധനങ്ങൾക്കും കോമൺ ആയിട്ടുള്ള പല ലിങ്ക്സും ഉണ്ട്. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ തവളയും സിസിലിയൻസും തമ്മിൽ യാതൊരു ബന്ധം, സിസിലിയൻസിന് കൂടുതൽ ബന്ധം വലിയ മണ്ണരയോട് കൂടിയോ അല്ലെങ്കിൽ പാമ്പുകളുടെ കൂടെയാണ്, കാലുകളില്ലാത്ത ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം ഇത് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ വായനയിൽ നിന്ന്, കാരണം ഞാനത് ഗവേഷണം ചെയ്ത ആളല്ല, കാരണം എൻ്റെ വായനയിൽ നിന്ന് ഫോസിലിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ടാണെങ്കിൽ ഇത് 3ഉം ഒരു കൃത്യമായിട്ട് ഏത് സമയത്താണ് ഇത് 3ഉം ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് റേഡിയേറ്റ് ചെയ്തതെന്നാണ് പറയാൻ പറ്റുന്നത്. അല്ല, 2ആയിട്ട് തവളയെല്ലാം വന്നത് ഒരു സമയത്ത്, തവള കഴിഞ്ഞിട്ട് ഉണ്ടായെന്ന് പറയുന്നത് ഇത് ഒരേ സമയത്ത് തന്നെ 2-3 ബൈഫർക്കേഷൻ ഉണ്ടായിട്ട് തവള, സിസിലിയൻസും സലമാൻഡർ നമുക്ക് 2 സ്പീഷീസ് ഇന്ത്യയിലുള്ളൂ, ബാക്കിയെല്ലാം നോർത്ത് അമേരിക്കൻ കാടുകളിലും അവിടെയുള്ള നാടുകളിലുമാണ്. നമ്മൾ ഈ എവല്യൂഷന്റെ ചിത്രമായിട്ട് എല്ലാവരുടെയും കൊടുക്കുന്ന, മനുഷ്യന്റെ എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ചിത്രം ഉണ്ടല്ലോ, കുരങ്ങനിൽ നിന്ന് എണീറ്റ് നിന്ന് ഇങ്ങനെ മനുഷ്യനായിട്ട് ഒരു 5-6 ഇത് കൊടുത്തിട്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ. അങ്ങനെയല്ലല്ലോ അതിന്റെ ഒരു കണക്ഷൻ വരുന്നത്. മൊത്തം എവല്യൂഷനില് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെയല്ല. അത് സാധാരണ 2 രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒന്ന്, നമുക്ക് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് ഈ കുരങ്ങ് എണീച്ചിട്ട് ഇങ്ങനെ വന്ന അവസരം മനുഷ്യനായിട്ട് നിവർന്നു നിന്ന് പോകുന്നത് പോലെയാണ്. അപ്പോൾ അത്രയും സിമ്പിൾ അല്ല എവല്യൂഷൻ. എവല്യൂഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിനെ അങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിക്കൂടാന്നാണ്. കാരണം നമുക്ക് സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്രയും ഹാർഡായിട്ടുള്ളൊരു സയൻസ് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരിക്കലും നമ്മുടെ ഏറ്റവും വലിയ, ഞാൻ അറിയാതെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. കാരണം കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞ സമയത്ത് അതിനെ വല്ലാണ്ട് വിമർശിക്കപ്പെടും. കാരണം ഈ കുരങ്ങ് എന്ന് പറയുന്നത് കുരങ്ങെന്നുള്ളതൊക്കെയല്ല, അത് ചിമ്പൻസി ആണെങ്കിലും ഒറാങ്കുട്ടനാണേലും അങ്ങനെ വരുന്ന ഓരോ ഘട്ടത്തിൽ ഹോമോ ഇറക്ടസിന് മുമ്പായിട്ടുണ്ടാവുന്ന, ഹോമോ സാപ്പിയൻസ് ഉണ്ടാവുന്നതിന് മുമ്പായിട്ടുണ്ടായിട്ടുള്ള പല ജീവികളുമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് എവല്യൂഷൻ ഉണ്ടാവുന്നത് ഒരു കുരങ്ങിൽ നിന്ന് നേരിട്ട് മനുഷ്യനിലേക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഈ നമ്മുടെ പൂർവികരെന്ന് പറയുന്നത് ഇതേപോലുള്ള ഏപ്പിലുണ്ടാവുന്നൊരു, അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സിംബലൈസ് ചെയ്തിട്ട്, കാരണം ഇപ്പോൾ ഹ്യൂമൻ ജീനും എവല്യൂഷനിൽ പോലും യൂസ് ചെയ്യുന്ന എംബ്ലം ഇങ്ങനെ വരുന്ന ഒരു ജീവികളിലേക്ക് വരുമ്പോഴേ പ്രത്യേകിച്ച് ഇത്തരം കടലിൽ അതിലും ഇത് അപ്ലിക്കബിൾ ആവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതില്ല, അങ്ങനെയല്ല. നമ്മുടെ ഒരിക്കൽ പോലും നമ്മുടെ ഈ എവല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എവല്യൂഷൻ ആളുകൾ ഇരിക്കുന്ന ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റത്തേക്ക് പോകുന്നതാണ് എവല്യൂഷൻ എന്നാണ്. അതല്ല എവല്യൂഷൻ. കാരണം എവല്യൂഷന് കാരണം ഇവിടെ നിന്ന് വന്നിട്ട് മേളിൽ പോകുന്ന താഴേക്ക് വരുന്നു, വീണ്ടും കാരണം ചില സാധനങ്ങളെല്ലാം എവല്യൂഷൻ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും, അറസ്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ ജീൻ വെച്ചിട്ട് പഠിക്കുന്ന ഒരു ശാഖയുള്ളതിൻ്റെ പേരിൽ ജീനോമിക് റിസർച്ചിലൊക്കെ പറയുന്നത് ചില സാധനങ്ങളുടെ എവല്യൂഷൻ വളരെ എക്സ്ട്രീംലി സ്ലോ ആണ്. അവരുടെ ജീൻ എവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ആക്സലോട്ടിൽ ഫോർ എക്സാമ്പിൾ അത് ഒരിക്കൽ പോലും അത് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നവരെ അതുപോലെ ഇരിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ജീവികൾ നമുക്ക് അങ്ങനെ തീർന്നും പോകും. അവിടെ ഗിൽസ് എല്ലാം വെച്ചിട്ട്, കാരണം തവളകളുടെയും സിസിലിയൻസിനൊക്കെ ഗിൽസ് ഉണ്ടാവും, എസ്പെഷ്യലി സാലമാൻഡേഴ്സിന്. അത് ഗിൽസ് എല്ലാം പോയിട്ട് അവസാനം സാലമാൻഡർ ആവും. ഈ ആക്സലോട്ടൽ എന്ന് പറയുന്ന സാധനം ജനിക്കുമ്പോഴത്തേന് അങ്ങനെ തന്നെയാണ് മരിക്കുന്നത്. അതിന് പിന്നെ ഒരു മാറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് എവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ വരുന്ന ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രേഖ വരച്ചിട്ട് ഇതിനെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു ശാസ്ത്രമല്ല. അത് പറയാൻ വലിയ എളുപ്പമാണ് നമുക്ക് പറയാൻ. പല ആൾക്കാരും അതിനെ വളരെ ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതൊരു പരിധിവരെ ശരിയല്ല. കാരണം എവല്യൂഷൻ എന്ന് പറയുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കി ഇതാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഈ ക്രിയേഷനിസവും ഈ പറയുന്ന എവല്യൂഷൻ തമ്മിലുള്ള അടിയുണ്ടാവില്ലായിരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു പുരുഷായുസ്സുല എവിഡൻസ് വെച്ച് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റാത്തടത്തോളം കാലം ഈ പറയുന്ന ക്രിയേഷനിസ്റ്റും, അതായത് ഗോഡ് എന്നല്ല പറയുന്നത്, അതിന്
ക്രിയേഷനിസ്റ്റ് ബിലീവർ ആണോന്നില്ല. അവർ പറയുന്നത് ആരോ ഉണ്ടാക്കിയ ഒരു ജീവിയാണ് മനുഷ്യൻ, അത് അല്ലാന്ന് പറയാനുള്ള സയൻറ്റിസ്റ്റുകൾക്ക് സാധ്യതയില്ലാത്തത് ഇതുകൊണ്ടാണ്. ഇത്രയും സങ്കീർണമായൊരു സാധനം പലപ്പോഴും ആൻസർ ഉണ്ടാവില്ല. കാരണം ആദ്യം ഉണ്ടായത് എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ലോജിക്കലായിട്ട് സയൻറ്റിഫിക് ആൻസർ പറയാത്തടത്തോളം കാലം ഈ രണ്ട് നിലനിന്ന് പോകും. അതൊരു പ്രശ്നമല്ല, അതൊരു റിയാലിറ്റിയാണ്. ആ ഒരു റിയാലിറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച്. എവല്യൂഷൻ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പരാജയപ്പെട്ടു പോകാറുണ്ട്. ആ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അങ്ങനെ ഒരു എവിഡൻസോടുകൂടി എവല്യൂഷൻ പറയാൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. കാരണം നമ്മുടെ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും മൈക്രോ ഓർഗാനിസം മുതൽ മൾട്ടി സെല്ലുലർ മാമൽസ് വരെയുള്ള എല്ലാത്തിൻ്റെയും ഫോസിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിനും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന മിസ്സിൽ ലിങ്ക്സ് എന്നല്ല, പല സാധനങ്ങൾക്ക് നമുക്ക് ഫോസിലില്ല. അങ്ങനെ ഫോസിൽ ഇല്ലാതെ വരുന്ന ഒരു സാധനത്തിന് നമുക്ക് ഒരിക്കലും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മിസ്സിൽ ലിങ്കുകളാണ് ഈ പറയുന്ന എവല്യൂഷനെ എവല്യൂഷനെ റിയാലിറ്റി അല്ല എന്ന് പോലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നത് ഈ പറയുന്ന നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം. അത് മൊത്തം കുറേ സങ്കീർണമായ കാര്യങ്ങൾ. ഒരു കാര്യം നമുക്ക് ഫോസിൽ എപ്പോഴും എവല്യൂഷൻ ലോകത്തിൻ്റെ ബാക്കിലേക്ക് നോക്കാനുള്ളൊരു വിൻഡോ ആണ് ഫോസിൽ എന്ന് പറയുന്നത്. ഫോസിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ അടുത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു പുതിയൊരു ഫോസിൽ ഉടൻ തന്നെ നമ്മൾ, കാരണം ഒരു പക്ഷേ ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു ഇന്ത്യയിൽ നിന്നൊരു ഫോസിൽ നമ്മൾ ഉടൻ പബ്ലിഷ് ചെയ്യും. ഒരു തവളയുടെ ഫോസിൽ നമ്മൾ ഒരു പക്ഷേ ഈ വർഷം 2025 പബ്ലിഷ് ചെയ്യും. ഞാൻ മാത്രമല്ല, അതിനകത്ത് ഞാനൊരു ഓദർ മാത്രമാണ് ഒരു പുതിയ തവളയുടെ ഫോസിൽ. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഒരു ബോംബെയിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഫോസിലുണ്ട്. അതിനാണ് നമുക്കൊരു ഒരു ഫോസിലായിട്ട് പറയുന്നത്. അതിന് സ്പീഷ്യസോ ജീനസോ ഫാമിലിയോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് ഒരു ഫോസിൽ, തവളയുടെ ഫോസിൽ ഐഡൻറ്റിഫൈ ചെയ്ത്, പക്ഷെ അത്രയും വളരെ ഓൾഡൊന്നുമല്ല, എന്നാൽ തന്നെ അത്രയും വലിയ ന്യൂ അല്ല. ഒരു 70 മില്യനൊക്കെ ഇയേഴ്സിന് മുമ്പായിട്ട് 60 മില്യൺ 30 മില്യൺ അങ്ങനെ ഒരു ഡേറ്റിംഗ് അതിൻ്റെ ഒരു വർക്കിൻ്റെ അവസാനം അതൊരു ഉടൻ തന്നെ അതൊരു എപ്പോഴും ചോദിക്കാറുണ്ട് US-ലേക്ക് ആയ സമയത്ത്, നിങ്ങൾ എന്തുകൊണ്ട് ഫോസിലില്ല ഇന്ത്യയിലെന്ന്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ്. കാരണം അടുത്ത് വരുന്ന അതൊരു വാർത്തയാണ്, അത് വലിയ വാർത്തയാണ്. കാരണം അത് വലിയൊരു ന്യൂസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ഫോസിൽ വരാനുള്ള സാധ്യത. ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠനം PhD ഒക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ ഹാർവാർഡിൽ, അതിന് വിദേശ സർവകലാശാലകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. കേരളത്തിലേക്ക് ഒരു തിരിച്ചുവരവ്, ഇവിടെ ഒരു പ്രവർത്തനം അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടോ? അത് വളരെ എളുപ്പമായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യമല്ല, എന്നാൽ തന്നെയും പറയേണ്ട കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് എനിക്ക് എന്നെ പലപ്പോഴും കേരളത്തിലേക്ക് വരാൻ ഉള്ള അതിനൊരു ക്ഷണം എന്നല്ല, അതിന് പകരം കാരണം സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് പലപ്പോഴും അതിന് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളുടെ അടുത്ത് നേരിട്ട് ഡൽഹിയിൽ വരുന്ന സമയത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം പലരും ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും നമ്മളുടെ അടുത്ത് പലപ്പോഴും സാധ്യതകൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ കാരണം ഞാനെപ്പോഴും ആലോചിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ലൈഫും മറ്റൊന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലൈഫുമാണ്. കാരണം ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ തലവനുമായി വരിക എന്ന് പറയുന്നതിനേക്കാളും നല്ലത്, അത് മോശമല്ല, അത് വളരെ 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 വിശാലമായ വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ്. പക്ഷേ എനിക്കെപ്പോഴും കൂടുതൽ താല്പര്യമുള്ളത് ഞാൻ ചെയ്യുന്ന ഗവേഷണം. കാരണം ഒരുപക്ഷെ എനിക്ക് കൂടുതൽ കായികമായിട്ടുള്ള ശേഷി കുറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആലോചിക്കും, അല്ലാതെ ഇപ്പോഴും തൽക്കാലം ഒരു കാരണവശാലും ഒരു സ്ഥിര ജോലി അല്ലെങ്കിൽ സ്ഥിര സ്ഥാനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്കൊരു പരിധി വരെ നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡൽഹിയിൽ വളരെ എന്ത് കാരണം പറഞ്ഞു കഴിഞ്ഞാലും ഡൽഹിയിലുള്ള സ്വാതന്ത്ര്യവും ഡൽഹിയിലുണ്ടാവുന്ന ഒരു വർക്കിംഗ് കൾച്ചറും ഫ്രീഡവും ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഡൽഹിയിൽ ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതും അങ്ങനെയുള്ളൊരു, കാരണം എന്നെ ഒരിക്കൽ പോലും അവർ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം നീ എന്തിനിത് ചെയ്യുന്നു, ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 20 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ എൻ്റെ വൈസ് ചാൻസലർമാരാണ്. കാരണം എനിക്ക് കാട്ടിൽ പോകാനുള്ള സമയത്ത് പഠിപ്പിക്കാൻ വേറെ ആളിനെ ഉപയോഗിച്ചിട്ട് ഞാൻ വരുമ്പം ബാക്കിയുള്ളവരുടെ അങ്ങനെയുള്ള ഫ്രീഡം, അക്കാഡമിക് ഫ്രീഡവും പിന്നെ എന്നെ
എനിക്കൊരിക്കൽ പോലും എനിക്ക് ഡൽഹിയിൽ എനിക്കൊരു ഫീൽ ചെയ്തിട്ടില്ല. ഞാനൊരു സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസും എനിക്ക് കിട്ടുന്ന എന്നെ അറിയുന്നത് എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ കേരളത്തിൽ നിങ്ങളിപ്പോഴുള്ള ആൾക്കാർ ഇപ്പോഴാണ് സാധാരണ എന്നെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. എൻ്റെ ഗവേഷണം കൂടുതൽ അറിയുന്നത് എൻ്റെ നോർത്തിലെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ് എന്നെ കൂടുതൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പല ആൾക്കാരുടെ ലേഖനങ്ങളും ഇതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ കേരളശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. അതിനുമുമ്പ് നമ്മൾ ഇതേ ജോലി തന്നെ ചെയ്യുമായിരുന്നു. അതിനകത്തൊരു ചെറിയ വിഷമമുണ്ടോ? വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് വിഷമം എന്നല്ല പറയാനുള്ളത്. അതിനെന്ന് വെച്ചാൽ നമ്മൾക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള പഞ്ചാബിലെയും ഒറീസയിലെയും ബീഹാറിലേക്കുള്ള ഫാക്കൽറ്റീസ് ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റിയുടെ എക്സ്പെർട്ടായിട്ട് ഉള്ള അവർ ചെയ്യാത്ത ഒരു ഫീൽഡാണ്. കേരളത്തിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ഗവേണിംഗ് ബോഡിയുടെയും പല അഡ്വൈസറായിട്ട് വെക്കുന്ന അവരെയാണ്. അപ്പോൾ നമ്മൾ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ വന്നിട്ട് തമാശയിടേണ്ടത് ബിജു ഐ എം ഗോയിങ് ടു കേരള. സെഡ് വൈ ഐ എം എ ഗവേണിംഗ് ബോഡി മെമ്പർ ഓഫ് സം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു കാരണവശാലും നമ്മളെന്ന് ഒരിക്കൽ പോലും എനിക്ക് അത് വിഷമം ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഒരിക്കൽ പോലും നമ്മുടെ ഒരു സേവനം അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ഉള്ള ഓർഗനൈസേഷൻ്റെ കമ്മിറ്റികളിലോ ബോഡികളിലോ നമ്മുടെ അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഔദ്യോഗികമായിട്ട് ഒരു കാരണവശാലും നമ്മളെ സഹായിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലയെന്ന് തന്നെ പറയണം. അതിന് വളരെ വിരളമൊന്നുമില്ല. അതിന് വളരെ ദേഷ്യമായിട്ടല്ല, വളരെ അത് എപ്പോഴും കാരണം എനിക്ക് കേരളത്തിൻ്റെ കാടുകൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജൈവവൈവിധ്യം പറയുന്നതിന് അത്രയും ഒരു കാരണവശാലും ഒരിക്കൽ പോലും കേരളം സന്ദർശിക്കാത്ത, കേരളത്തിൻ്റെ കാടുകൾ കാണാത്ത ഒരാൾ ഒരു കമ്മിറ്റിയിൽ ഒരു മെമ്പറായി, ഒരു ഗവേണിംഗ് ബോഡിയുടെ മെമ്പറായിട്ട് ഇരുന്നിട്ട് അത് എപ്പോഴും ശരിയല്ല. കാരണം നമ്മൾ അതൊരു വിമുഖത അനീതിയുണ്ട് ഉറപ്പില്ല. കാരണം എനിക്കെന്നല്ല, ഞാൻ ഈ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും. ഞാൻ ഹാപ്പിയാണ്. എന്നെ വിളിക്കാത്തതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിയായി ഞാനാണ്. കാരണം എനിക്ക് ആ സമയം വേറെ പലതും ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ വിളിക്കാതിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ജനിച്ചത് കേരളത്തിലായതിൻ്റെ പേരിൽ നമ്മളെ ഒരിക്കലും കേരളത്തിലേക്ക് വിളിക്കില്ല എന്ന് പറയുന്നത് കാരണം എനിക്കെന്ന് മാത്രമല്ല ഭാവിയിൽ ലോകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ഗ്ലാഡായിട്ട് അക്സെപ്റ്റ് ചെയ്തത് കേരളശ്രീയാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് TV കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കേരളശ്രീ. പക്ഷേ ഇത് നിങ്ങളീ കാണുന്നത് പലപ്പോഴും എനിക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. എനിക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം ഈ കിട്ടുന്നത് നല്ലത്, കിട്ടാത്തതും നല്ലതെന്ന് വിചാരിക്കുന്ന ആളാണ് നമ്മൾ. കാരണം ഇത് ആ പ്രായമെല്ലാം കഴിഞ്ഞു. കാരണം ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ പ്രായമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു അത്യാവശ്യം തള്ളലൊന്നുമില്ല, എന്നാൽ തന്നെ ഇങ്ങനെ പിന്നെ കാരണം ഞാൻ എവല്യൂഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എവല്യൂഷൻ ഉണ്ടാവുക തന്നെ വേണം. ഞാൻ തന്നെ ജീവിതം അവസാനിക്കുന്നവരെയും ഒരു സ്ഥാനത്തുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. എപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ സ്പേസ് വേറൊരു ആൾക്ക് വേണ്ടി ഞാൻ മാറുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം കൊടുക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും ഞാനാവുന്നത്. അല്ലാതെ ഞാൻ തന്നെ മരിക്കുന്നവരെയും ഞാനായിരിക്കണം ഒരിക്കലും ഞാൻ ആലോചിച്ചില്ല. കാരണം എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും അവർക്ക് കിട്ടുന്ന സാധ്യതകളും എന്നെ പലരും പല കമ്മിറ്റികളിലേക്കും പ്രപ്പോസ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ പേരുകൾ പറയാറുണ്ട്. ഉറപ്പായിട്ടും പറയും, ഇനിയും പറയും, എവിടെയും പറയും. കാരണം ഞാൻ പറയുന്നത് കാരണം നോളജ് എന്ന് പറയുന്നത് ഒരിക്കൽ പോലും 2000 ഉണ്ടാകുന്ന നോളജ് ആയിരിക്കില്ല ഒരു 2050 55 ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ വീണ്ടും 2055 ഞാൻ തന്നെ ആയിരിക്കണമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവിടെ നിന്ന് മാറിയിട്ട് ആ സ്പേസ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളിനെയാണ് ഏറ്റവും നല്ല ഒരു സയൻറ്റിസ്റ്റായിട്ടും അഡ്മിനിസ്ട്രേറ്ററായിട്ടും പറയാനുള്ളത്. എൻ്റെ കാലം വരെ ഞാൻ തന്നെ ആയിരിക്കണം എന്നുള്ള വിശ്വാസമില്ലാതെ. അതുകൊണ്ട് എനിക്ക് ഈ കിട്ടിയതെല്ലാം സന്തോഷവും കിട്ടാത്തതിനുള്ള വലിയൊരു ദേഷ്യവും വിഷമവും അങ്ങനെയൊന്നും